മറക്കാൻ പാടില്ല. ഈ 10 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ UDF ഭരണം കിട്ടിയത് പ്രധാനപ്പെട്ട 2 കാരണം. ഒന്ന് LDF ദുർഭരണം, രണ്ടാമത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൃത്യമായ നിലപാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹം, കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് നേതൃത്വത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് VD സതീശനാണ്. എന്തുകൊണ്ടായിരിക്കും MLA എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC ഗ്രൂപ്പ് കളിച്ച് അവന്റെ ആളുകൾക്ക് MLA സീറ്റ് കൊടുത്തു. പിന്നെ ഓന്റെ ആൾക്കാരല്ലാതെ സതീശന്റെ ആൾക്കാർ വരൂലല്ലോ. സതീശൻ 10 വർഷമായിട്ട് ഇതുവരെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടന്നില്ല. ഓൻ കോൺഗ്രസിനെ ഇവിടെ വളർത്തി കോൺഗ്രസിന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിപ്പോ പരാജയമായിട്ടാണ് KCക്ക് തോന്നുന്നത്. പക്ഷെ കേസിന്റെ കളി ഞങ്ങളെടുത്ത് നടക്കില്ല. വോട്ട് ചെയ്ത് ഞങ്ങളെ ധിക്കരിച്ച് KC എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിയമസഭ കേസ് കാണൂല. അത് ഗ്യാരണ്ടിയാണ്. ഏത് ഞങ്ങളെ സ്വിച്ചിങ് സീറ്റ് പോയി കഴിഞ്ഞാലും 8 നിലയിൽ ഞങ്ങൾ അവനെ തോൽപ്പിക്കും. അത് പ്രവർത്തകരെ വികാരാണ്. MLA മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രവർത്തകർ വോട്ട് ചെയ്തോണ്ട് MLA അവിടെ പോയിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ ഓരെങ്ങാനും ഇനി കളിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളെ സാമ്പിൾ പഠിക്കട്ട. ഇതിന്റെ അപ്പുറം ഞങ്ങൾ മുന്നിട്ടിറങ്ങും.